കേരള സർവകലാശാല യുവജനോത്സവ ലോഗോയിൽ നിന്ന് വിവാദമായ ഇന്തിഫാദ എന്ന പേര് നീക്കം ചെയ്യാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം. ഇസ്രായേലിനെതിരെ ഹമാസ് അന്താരാഷ്ട്ര ഭീകര സംഘടന ഇപ്പോൾ നടത്തുന്ന രക്തരൂക്ഷിത അക്രമത്തിന്റെ പേരായ ഇന്തിഫാദ സർവകലാശാല യുവജനോത്സവത്തിന് നൽകിയത് ഏറെ വിവാദമായിരുന്നു. മാർച്ച് 7 മുതൽ 11 വരെ നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ ലോഗോയിൽ നിന്ന് വിവാദമായ ഇന്തിഫാദ എന്ന പേര് നീക്കം ചെയ്യാൻ കേരള വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ, രജിസ്ട്രാർ, സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നിവർക്ക് നിർദ്ദേശം നൽകി. ക്യാമ്പസിലെ അക്രമങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ SFI നേതൃത്വം നൽകുന്ന കേരള സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന യുവജനോത്സവത്തിന്റെ പേരിനെ ചൊല്ലി പരാതികളും ഹൈക്കോടതിയിൽ ഹർജിയും വന്ന സാഹചര്യത്തിലാണ് വിസിയുടെ ഇടപെടൽ. യുവജനോത്സവം കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്ന പേരിൽ മാത്രമായിരിക്കണമെന്നും വിസി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ബാനറുകൾ, പോസ്റ്ററുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്ന് വിവാദ പേര് നീക്കം ചെയ്യേണ്ടതാണ്. സർവകലാശാല ഔദ്യോഗികമായി നടത്തുന്ന വേദികളിൽ ഏതൊരു വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ പൊതുജനങ്ങളുടെയോ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ കർശനമായും ഒഴിവാക്കപ്പെടണമെന്നും ഈ പദം രാജ്യത്തിന്റെ വിദേശ നയത്തിന് എതിരാണെന്നും ഇതിന്റെ പേരിൽ നിയമപരമായ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് സർവകലാശാലയുടെ സത്പേരിന് കളങ്കം ചാർത്തുമെന്നും വിസി ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന ഇന്തിഫാദ വാക്ക് കലോത്സവത്തിന്റെ പേരാക്കുന്നത് ഒഴിവാക്കണമെന്ന് പരാതിക്കാരായ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്തിഫാദ എന്ന പേരിട്ടത് ചോദ്യം ചെയ്ത് നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥി ആശിഷ് AS ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരള സർവകലാശാല എന്നിവർക്ക് നോട്ടീസ് അയച്ചിരുന്നു. വൈസ് ചാൻസലർക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു. അറബി പദമായ ഇന്തിഫാദയ്ക്ക് തീവ്രവാദവുമായും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ വാദം. കലോത്സവത്തിന് ഈ പേര് നൽകരുതെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം SFI നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയൻ ഫ്ലെക്സും പ്രചാരണ ബോർഡുകളും ഒന്നും മാറ്റിയിട്ടില്ല. വിവാദം പുകയുമ്പോഴും പരാതിയെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണത്തിന് യൂണിയൻ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. വിസിയുടെ നിർദ്ദേശാനുസരണം രജിസ്ട്രാർ, സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഉയർന്നുവരുന്ന പ്രതിരോധം എന്ന് മാത്രമാണ് ഈ വാക്കിന്റെ അർത്ഥമെന്നും സർഗാത്മകമായി യൂണിവേഴ്സിറ്റി യൂണിയൻ ഉപയോഗിക്കാറുള്ള പേരിലും പ്രമേയത്തിലും സർവകലാശാല ഇടപെടാറില്ലെന്നുമുള്ള മറുപടി നൽകി ഇതിനെ ന്യായീകരിക്കാനാണ് സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് ശ്രമിച്ചത്. രജിസ്ട്രാർ, സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ വിശദീകരണം വിസിക്ക് കൈമാറിയതിനെ തുടർന്നാണ് വിസി ലോഗോ പിൻവലിക്കാൻ ഉത്തരവിട്ടത്. കലാലയങ്ങളിൽ അക്രമവും കൊലയും നടത്തി മയക്കുമരുന്ന് കേന്ദ്രങ്ങളാക്കുന്ന ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഗൂഢലക്ഷ്യത്തിന്റെ തനി പകർപ്പാണ് വിവാദ പേരിലൂടെ മറനീക്കിയത്. സർവകലാശാല യുവജനോത്സവം വർഗീയ പ്രീണനത്തിന്റെ പരസ്യവേദിയെന്ന് സൂചന നൽകുന്നതായിരുന്നു വിവാദമായ ഇന്തിഫാദ എന്ന പേര്. ഇന്തിഫാദ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം വിറപ്പിക്കുക, കുടഞ്ഞെറിയുക എന്നൊക്കെയാണ്. ഇന്തിഫാദയും സർവകലാശാല യുവജനോത്സവവും തമ്മിൽ എന്ത് ബന്ധമെന്നതിന് സർവകലാശാല യൂണിയൻ പോസ്റ്ററിൽ വിശദീകരണവും നൽകിയിരുന്നു. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധമെന്നാണ് ഇന്തിഫാദയെ സർവകലാശാല യൂണിയൻ വിശേഷിപ്പിച്ചത്. ഈ വിശദീകരണം തന്നെ വിഭാഗീയ സങ്കുചിത നിക്ഷിപ്ത അക്രമ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കലാപാഹ്വാനമായി കാണുന്നവരെ എങ്ങനെ തെറ്റുപറയാനാകും? ഇടതുപക്ഷ അനുഭാവിയായ രജിസ്ട്രാറുടെ അനുവാദത്തോടെയാണ് യൂണിയൻ യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകിയതെന്നാണ് സൂചന. യൂണിവേഴ്സിറ്റി യൂണിയൻ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMന്റെ വിദ്യാർത്ഥി അക്രമി സംഘടനയായ SFIയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. യുവജനോത്സവം നടത്തിപ്പ് യൂണിയൻ ആണെങ്കിലും ഫെസ്റ്റിവലിന്റെ ചെലവിന് ലക്ഷങ്ങൾ സർവകലാശാലയാണ് വഹിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയും ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ V. ജോയി രജിസ്ട്രാർക്ക് നൽകിയാണ് വിവാദ യുവജനോത്സവ ലോഗോ പ്രകാശനം ചെയ്തത്. പതിവിന് വിരുദ്ധമായി CPM അനുകൂല ജീവനക്കാരുടെ സംഘടനാ ഹാളിലാണ് ലോഗോ പ്രകാശനത്തിന്റെ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ചത്. യുവജനോത്സവം വിദ്യാർത്ഥികളുടെ പരിപാടിയോ അതോ പാർട്ടി പരിപാടിയോ എന്ന് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. യുവജനോത്സവം സംഘടിപ്പിക്കുന്നവർ ഇവിടെ ആരെയാണ് വിറപ്പിക്കുക അല്ലെങ്കിൽ കുടഞ്ഞെറിയുക? പുരോഗമനവാദികളെന്ന് വാദിക്കുന്നവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാപട്യമല്ലേ ഇതിലൂടെ പുറത്തുവരുന്നത്? വോട്ടിനും അധികാരത്തിനും പണത്തിനും വേണ്ടി എന്ത് തരം താണ നിലപാടും സ്വീകരിക്കുന്ന സർക്കാരും പ്രത്യയശാസ്ത്രങ്ങളും ഇതും ഇതിലപ്പുറവും യുവജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ടവർ നേട്ടം കൊയ്താലും വിഭാഗീയത വിതയ്ക്കുന്നത് യുവാക്കളിലും സമൂഹത്തിലും ആണെന്ന കാര്യം മറക്കരുത്.